ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറി. ഈ ഗാലറി നടത്തി വരുന്നത് ഗുരുപ്രസാദ് അയ്യപ്പൻ എന്ന ശില്പിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഓരോ വർഷം നീണ്ടു നിൽക്കുന്ന ശില്പ പ്രദർശനമുണ്ട്. അതിൻ്റെ ഒരു രണ്ടാം എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇത് എന്തെങ്കിലും ഞാൻ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കലാകാരന്മാരെ അവരെ പൊതുസമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരിക, അവരെ അറിയിക്കുക, അതിൽ അവരിലൂടെ കലയെ ജനകീയമാക്കുക എന്നുള്ള മുഖ്യമായ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലൂടെ കലയെ ഒരു മാനവിക സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി ജനതയിലേക്ക് എത്തിക്കുക ഇതാണ് മുഖ്യമായ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു വിജയപ്രാപ്തിയിലേക്കാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടാം എഡിഷനാണ്. കേരളത്തിലെ കലാകാരന്മാരെ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക. പുതിയ ആൾക്കാരെ ആയാലും അക്കാഡമിക് തലത്തിൽ നിൽക്കുന്നവരെ ആയാലും പുതിയ പുതിയ രംഗത്തേക്ക് വരുന്ന ആൾക്കാർ എന്നതിനൊരു വലിയ പ്രചോദനമാണ് കലാലോകത്തിന് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ സ്കൂൾ കോളേജ് കുട്ടികൾക്കും പൊതുസമൂഹത്തിനും വേണ്ടിയിട്ട് ഗാലറി സന്ദർശിക്കുക. ആ ഗാലറി സന്ദർശിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ, അവർക്ക് വേണ്ടുന്ന ഒരു സാംസ്കാരിക ബോധവൽക്കരണം, ഇതെല്ലാം അവിടെ നടന്നു വരുന്നുണ്ട്. പല സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനായിരുന്നു. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കലാകാരന്മാരുടെയും ചിത്രങ്ങൾ 2 വർഷം കൊണ്ട് ഓരോ വർഷത്തിലാണ് ഒരു എഡിഷൻ വെച്ചിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, കലാകാരന്മാരെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുക, കലാകാരന്മാരുടെ കൂട്ടായ്മ ഉണ്ടാക്കുക, കലയെ ഒരു സാംസ്കാരിക കേരളത്തിലേക്ക് പറിച്ചു നടുക, അങ്ങനെ ഒരു സാംസ്കാരിക പശ്ചാത്തലം കേരളത്തിന് തന്നെ ഉണ്ടാക്കുക എന്നുള്ളതും കലാകാരന്മാർക്കിടെ ഉപജീവനത്തിനും അവരുടെ ചില ചിത്രങ്ങളെ വിറ്റുപോവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് ഗുരുപ്രസാദ് അയ്യപ്പൻ ഈ ഗാലറി തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് കല എന്താണെന്ന് അറിയാനായിട്ട് അവരെ സ്കൂൾ കുട്ടികൾക്കായാലും കോളേജ് കുട്ടികൾക്കായാലും പൊതുസമൂഹത്തിനായാലും ഗാലറികളിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ മാഷുമായിട്ട് സംസാരിക്കാനും അവരുടെ സംവാദങ്ങൾ നടത്താനും അവിടെ പുസ്തകങ്ങൾ, സാഹിത്യങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം പോലെ തന്നെ നമുക്ക് കൊല്ലത്തെയും ഈ ഒരു സ്ഥാപനത്തെയും തന്നെ പറയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചിത്രകല എന്ന് പറയുന്ന ഉടനെ അതൊരു മാനവിക ചിത്രകല മാത്രമല്ല, എല്ലാ കലകളും വിശ്വമാനവികതയ്ക്കുടെ അടിത്തറ പാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ ഗുരുപ്രസാദ് അയ്യപ്പൻ ഈ ഋഷികേഷ് ആർട്ട് ഗാലറിയുടെ മുന്നോട്ട് വയ്ക്കുന്നത്.